സോ നമ്മുടെ പുതിയ 2 ഗസ്റ്റുകളാണ്. ഇപ്പൊ നിൽക്കുന്നത് കമ്മനഹള്ളിയിലെ നന്ദൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ചിക്കൻ സെന്ററിലാണ്. ചിക്കൻ മാത്രമല്ല, ഇവിടെ ചിക്കൻ, ഫിഷ്, പ്രോൺസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് നൈറ്റ് നമ്മൾ അൽഫാം മന്തി ഉണ്ടാക്കാനുള്ള പ്ലാനാണ്. മന്തിയും അൽഫാം ചിക്കനും ഉണ്ടാക്കാനുള്ള പ്ലാനാണ്. സോ ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ രാത്രി നമ്മൾ വീട്ടിൽ തന്നെ കുക്ക് ചെയ്തിട്ടായിരിക്കും ഫുഡ് കഴിക്കുന്നത്. സോ അത് ഞാൻ എന്തായാലും ഷൂട്ട് ചെയ്യാം നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട്. ഇത് നന്ദൂസ് എന്ന് പറഞ്ഞാൽ കമ്മനഹള്ളിയിലുള്ള സെൻറ്ററിലാണ് നമ്മൾ ഫ്രഷ് ചിക്കൻ വാങ്ങിക്കാൻ വന്നിട്ടുള്ളത്. നന്ദൂസിൻ്റെ ഫ്രഷ് ചിക്കനാണ് ഇപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ളത്. യെസ്, അപ്പോൾ കിരൺ ചേട്ടൻ സ്ഥിരം വാങ്ങിക്കുന്ന ഒരു സ്പോട്ടാണെന്നാണ് പറഞ്ഞത്. നമ്മുടെ അൽഫാം മന്തിക്കുള്ള പ്രിപ്പറേഷന് വേണ്ടിയുള്ള കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാൻ വന്നതാണ്. ഈ ഷോപ്പിൻ്റെ പേരെന്തായിരുന്നു കേട്ടോ? ശബരി വെജിറ്റബിൾ ഷോപ്പിലാണ് നമ്മളുള്ളത്, കമ്മനഹള്ളിയിൽ തന്നെ. മലയാളികളുടെ തന്നെ ഷോപ്പാണ്. അതാണ് കരയാമ്പൂ. ഇത് അതെടുത്തോ? ഉണ്ടോ? നമ്മൾ എഴുതിയിട്ടുണ്ട്. കുരുമുളക് എഴുതിയിട്ടുണ്ടോ? കുരുമുളക് കുരുമുളക് ചേട്ടാ, മുഴുവൻ കുരുമുളക് ഉണ്ടാവോ? മുഴുവൻ കുരുമുളക്. നമ്മളൊരു ചായ് സ്പോട്ടിൽ വന്നിരിക്കുകയാണ്. അർജുൻ എന്താ പറഞ്ഞ? ലൈം ടീ. സുലൈമാൻ ഇവിടെ ഇത് ഏതാ സ്ഥലം കിരൺ ചേട്ടാ? ഇത് നമ്മളെ എച്ച് ബി ആർ ലേഔട്ടിലുള്ള ഒരു 4th ബ്ലോക്കിലെ ടീ ഷോപ്പിലാണ് വന്നിട്ടുള്ളത്. കിരൺ ചേട്ടനാണ് നമ്മുടെ ഇന്നത്തെ ഷെഫ്. കിരൺ ചേട്ടൻ ഇന്ന് ഷെഫിന്റെ ഡ്രസ്സിലൊക്കെയാണ് ഉള്ളത്. നമ്മുടെ അൽഫാം ചിക്കൻ കിരൺ ചേട്ടന്റെ സ്പെഷ്യലാണ്. അപ്പൊ അതിന് വേണ്ടിയുള്ള ചിക്കൻ ഇവിടെ ക്ലീൻ ചെയ്ത് മഞ്ഞപ്പൊടിയും വിനീഗറൊക്കെ ഇട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുൾ ഡ്രം സ്റ്റിക്ക് ആണല്ലേ എടുത്തേക്കുന്നത്? കാരണം നമ്മൾ എയർ ഫ്രൈറിൽ നമ്മൾ കുറച്ച് ആളുകൾ കൂടുതലുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ വലിയ പീസ് വെച്ച് നമുക്ക് ചെയ്യാനില്ല. ഡ്രം സ്റ്റിക്ക് ആക്കി നമ്മൾ. ഓക്കെ. സോ അതിന്റെ മാരിനേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ തൈരിന്റെ അകത്ത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, ഇത് 4 കൂടി ഇട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് പേസ്റ്റ് രൂപത്തിലാക്കണം. നമ്മളിപ്പോ അരച്ച പേസ്റ്റ് ഫസ്റ്റ് ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്യാം. യെസ്, നമ്മൾ നേരത്തെ കിരൺ ചേട്ടൻ കാണിച്ച ഒരു പേസ്റ്റ് ആണ് നമ്മളിപ്പോ മാരിനേഷന് വേണ്ടി ആദ്യം ചിക്കനിലോട്ട് ഒഴിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ പൊടികൾ ഇടാൻ പോവാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അത് കഴിഞ്ഞ് ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, കുറച്ചുകൂടെ ഇടാം. ഓക്കെ. അത് കഴിഞ്ഞ് ഗരം മസാല 1/2 ടീസ്പൂൺ, കുറച്ച് പെപ്പർ പൗഡർ. ഓക്കെ, നമ്മൾ കുറച്ച് നാരങ്ങ നീര് ആഡ് ചെയ്യണം. ലാസ്റ്റ് കുറച്ച് നാരങ്ങ നീര് ആഡ് ചെയ്യണം. ഉപ്പിട്ടുണ്ടായിരുന്നോ കിരൺ ചേട്ടാ? ഇല്ല, ഉപ്പും കൂടി ഇടാനുണ്ട് അല്ലേ? ഉപ്പ് ഇടാനുണ്ട്, കുറച്ച് കോൺഫ്ലോറും കൂടി ഇടാം. ഓക്കെ, ഉപ്പും കുറച്ച് കോൺഫ്ലോറും കൂടി നമ്മൾ ഇടുന്നുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ കോൺഫ്ലോറും കൂടി ഇട്ടിട്ട് ഓ യെസ്. അപ്പൊ കിരൺ ചേട്ടന്റെ വൈഫിന് വേണ്ടിയിട്ടുള്ള പനീർ ടിക്ക ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള മസാലയും കൂടി ആയിരുന്നു ഇത്. പക്ഷെ അത് മറന്നുപോയി. എല്ലാം നമ്മൾ ഈ മസാല ചിക്കനിലേക്ക് ഇട്ടു. കുഴപ്പമില്ല, നമുക്ക് കുറച്ച് മസാല ഇതിൽ നിന്ന് എടുത്ത് നമുക്ക് പനീറിലോട്ട് മാരിനേറ്റ് ചെയ്യാം. അശ്വിനിക്ക് വേണ്ടിയിട്ടാണ് പനീർ ടിക്ക ഫ്രൈ ഉണ്ടാക്കുന്നത്. നമ്മൾ എയർ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഇവിടെ എയർ ഫ്രൈ മെഷീൻ ഉണ്ട്. അപ്പം അതിലാണ് നമ്മൾ അൽഫാം ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ബാച്ച് നമ്മുടെ എയർ ഫ്രയറിലെ അൽഫാം ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് ബാച്ച്. യെസ്, ഓക്കെ. അപ്പം നമുക്ക് ബാക്കി ബാച്ചസ് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ നമ്മുടെ മന്തി റൈസിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് ചെയ്യണത് ഇപ്പോൾ.
അർജുവേട്ടനാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ മന്തി റൈസ് പ്രിപ്പറേഷൻ. യെസ്, ആള് ഫുൾ സ്വിങ്ങിലാണ്. അപ്പൊ നമ്മൾ അർജുവേട്ടൻ എന്താ ചെയ്തത്? ഫസ്റ്റ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് പിന്നെ പിന്നെ നമ്മുടെ പട്ട, കരാമ്പൂ, വൈറ്റ് ലെമൺ എല്ലാം ഇട്ടു. എല്ലാം ഇട്ട് വഴറ്റി, സ്പൈസസ് എല്ലാം ഇട്ട് വഴറ്റി. എല്ലാം ഇട്ടു. പിന്നെ കുറച്ച് സവാള ഇട്ടു. അത് വഴറ്റിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ കുറച്ച് എന്ത് ചെയ്തു, കുറച്ച് ഉപ്പും കൂടെ ഇട്ട്. അതെ, സവാള പെട്ടെന്നാകാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് വഴറ്റി. ബേസിക്കലി സ്പൈസസ് ആയിട്ട് നമ്മൾ ബേ ലീഫ് ഇട്ടു, പിന്നെ ഉണക്കനാരങ്ങ ഇട്ടു, കരയാമ്പൂ, പട്ട, ബേ ലീഫ്, പിന്നെ മുഴുവൻ കുരുമുളക്. യെസ്, ഇട്ട് നന്നിട്ട് വഴറ്റി സവാള ഉപ്പിട്ടു. അപ്പൊ നമ്മളിതില് സവാള ഇട്ട് വഴറ്റിയതിന് ശേഷം എന്താ ഇട്ട ചേട്ടാ? സവാള ഇട്ടതിന് ശേഷം നമ്മൾ 2 ടേബിൾ സ്പൂൺ അല്ലേ, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മാഗി ക്യൂബ്സ്, അതൊരു ക്യൂബും പിന്നെ ഒരു 1/2 ക്യൂബും ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി, എസൻസിൻ്റെ. പിന്നെ ഇട്ടത് കീറിയ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വാടുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതിനുശേഷം ഇപ്പോൾ തക്കാളി പ്യൂരി ഒഴിച്ചു. ഇനിയിപ്പോൾ കുറച്ചൊങ്ങനെ ഒറ്റിച്ചെടുക്കുക. ഓക്കെ മോളി. അപ്പൊ നമ്മള് ടൊമാറ്റോ പ്യൂരി ഒഴിച്ച് നമ്മൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഞാൻ 4 ഗ്ലാസ് അരി എടുത്തു. ഈ ഒരു ഗ്ലാസ്സിന് ഞാൻ 4 ഗ്ലാസ് അരി എടുത്തു. അപ്പൊ ഇതിൽ 8 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെള്ളം തിളയ്ക്കുമ്പോൾ നമ്മൾ അരി മുഴുവൻ അതിലോട്ട് ഇടാം. പിന്നെ ഇളക്കി കൊടുക്കാം. കുറച്ചൊരു ടൈം ഇന്റർവെൽ വിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളൊരു ഹാഫ് ആൻ അവറിൻ്റെ ഉള്ളിൽ നമ്മുടെ മന്തി റൈസ് റെഡി. മന്തി റൈസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. വെന്ത് വരുന്നുണ്ട് റൈസ്. ഞാൻ ഒന്ന് സിമ്മിലിട്ടു, ഒന്ന് പതുക്കെ ആയി വരാനായിട്ട്. മന്തി റൈസ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. കുറച്ചൊന്ന് നമുക്ക് എന്താ പറയാ, ഒരു കുഴഞ്ഞാണ് വന്നിട്ടുള്ളത്. പക്ഷെ ടേസ്റ്റ് കുഴപ്പമില്ല അല്ലെ? എല്ലാവരും ടേസ്റ്റ് ഉണ്ട്. നമ്മൾ കഴിച്ചിവിടെ ഉള്ളവരൊക്കെ നോക്കിയപ്പോ വലിയ കുഴപ്പമില്ല. അതെ, അങ്ങനെയാണ്. അത് കുറച്ചൊന്നും കുഴഞ്ഞു പോയി, വേറെ പ്രശ്നമൊന്നുമില്ല. ഉദ്ദേശിച്ചത് പക്ഷേ ആ ഒരു കൺസിസ്റ്റൻസി മയോണൈസിന്റെ നമുക്ക് സാധാരണ റെസ്റ്റോറന്റിലൊക്കെ കിട്ടുന്ന ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നില്ല. അതെന്താണെന്ന് അറിയില്ല. അത് ആക്ച്വലി വലിയൊരു വിജയകരമായിട്ട് വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു. അതെ, നമ്മള് മയോണൈസ് നമ്മുടെ ഫ്ലോപ്പായി. ഫ്രാങ്കായിട്ട് പറയണമല്ലോ. സത്യം പറഞ്ഞ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന നമ്മുടെ അനന്ത് ചേട്ടൻ ഈ മയോണൈസ് ടേസ്റ്റ് ചെയ്തിട്ട് തിരിച്ചു തുപ്പി ഞങ്ങളുടെ അടുത്ത്. അത്രയും ഫ്ലോപ്പ് അതാണ് പറഞ്ഞത്. പക്ഷെ അറിയില്ല, ഇത് ആദ്യത്തെ അറ്റംപ്റ്റ് ആയതുകൊണ്ട് നമുക്കറിയാം. കുഴപ്പമില്ല. പോയി ഞാൻ കാണിച്ചു തരാം. അത് കണ്ടോ, ഇങ്ങനെ ലിക്വിഡി ആയി പോയി. അതെന്താന്ന് നമുക്ക് അറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തു. ഫസ്റ്റ് ടൈം ആണ് ഞാനും അർജുനും മന്തി അതുപോലെ മയോണൈസ് ഒക്കെ ട്രൈ ചെയ്തത്. അതുകൊണ്ടായിരിക്കാം നെക്സ്റ്റ് ടൈം നമ്മൾ ഇമ്പ്രൂവ് ചെയ്യും. ഓക്കെ, സോ നമ്മുടെ അൽഫാം ചിക്കൻ മന്തി റൈസ് ആൻഡ് മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ എയർ ഫ്രയറിലൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള അൽഫാം ചിക്കൻ ആണ്. നമ്മുടെ ഫ്ലോപ്പ് ആയിട്ടുള്ള മയോണൈസ് നമ്മൾ അത് ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. യെസ്, മന്തി, നമ്മുടെ അർജുന്റെ സ്പെഷ്യൽ മന്തി റൈസ്. അപ്പൊ നമ്മള് ഒരു 7 പേർക്കുള്ള ഫുഡാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നമ്മളെല്ലാവരും കഴിക്കുമ്പോൾ ബാക്കി കാണിച്ചു തരാം. നമ്മളിവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അനന്തചേട്ടൻ ഓൾമോസ്റ്റ് കഴിച്ച് തീരാറായിട്ടോ. അശ്വിനിക്ക് സ്പെഷ്യൽ പനീർ ഉണ്ട് നമ്മുടെ കിരൺ ചേട്ടൻ്റെ വക. ആൾക്ക് ചിക്കനേക്കാളും പനീർ ഇഷ്ടമാണ്. യെസ്, കിരൺ ചേട്ടൻ. പിന്നെ നമ്മുടെ പുതിയ 2 ഗസ്റ്റുകളാണ്. മുഷ്, യെസ്, പറഞ്ഞോളൂ, ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. എൻ്റെ പേര് മുഷ്താഖ് എന്നാണ്. ഞാൻ ഇവിടെ രാമുവിന്റെ അശ്വിനിയുടെ ഉറ്റ സുഹൃത്താണ്. ഇത് എന്റെ ഉറ്റ സുഹൃത്തായ മറ്റൊരു സുഹൃത്ത് ഷെബിൻ. അപ്പൊ ഇത് ഷെബിൻ ഫ്രം കാസർഗോഡ്, മുഷ് ഫ്രം കോഴിക്കോടാണ്. അപ്പൊ നമ്മുടെ കിരൺജന്റെ അശ്വിനിയുടെയും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഇവര് മിക്കവാറും എപ്പോഴും എല്ലാ ദിവസവും കാണുന്നവരും ഫ്രണ്ട്സ് ഒക്കെയാണ്. നമ്മളാണ് ആക്ച്വലി ഗസ്റ്റ്. അർജുട്ട എങ്ങനെയുണ്ട്? നമ്മുടെ ഫ്ലോപ്പായ മയണൈസ് ആരും എടുത്തില്ല. എന്താ ആരും എടുക്കാത്ത മയണൈസ്? എടുത്തു. സോ നമ്മൾ കഴിക്കട്ടെ. നമ്മളെല്ലാരും കഴിച്ച് തീർക്കാൻ പോവാണ്. ഇതെല്ലാം ഫിനിഷ് ചെയ്യണം. റൈസ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞ് ഇനി കുറച്ചും കൂടി ഉള്ളൂ. ചിക്കൻ നല്ല സ്പൈസി ആണെന്നാണ് പറഞ്ഞത്. ഞാൻ കഴിച്ചിട്ടില്ല, ഞാൻ കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. എനിക്ക് സ്പൈസിയാണ് കൂടുതൽ ഇഷ്ടം. നമ്മളിവിടെ എൻഡിങ്
our dinner with the Sprite special mojito. Come on. So നമ്മളിവിടെ ഫൈനലായിട്ട് നമ്മുടെ കുഴിമന്തി എൻഡ് ചെയ്തിരിക്കുന്ന അർജുൻ്റെ ഒരു വെറൈറ്റി ഡെസേർട്ട് വെച്ചിട്ടാണ്. അപ്പൊ എല്ലാവരും കപ്പിൽ അത് കുടിച്ച് നോക്കിയിട്ടുണ്ട്. ഈ ഡെസേർട്ടിന് എന്താ അർജുന്റെ പേര്? ഒരു പേരിടാവോ? പേരൊന്നുമില്ല, ആ പേരില്ല. ഓക്കെ, അന്തു ചേട്ടാ എങ്ങനെയുണ്ട്? കൊള്ളാം. ഓക്കെ, റെസിപ്പി യെസ്, അണ്ടൂർകോണം ഷേക്ക്. യെസ്, അർജുന്റെ വീട് അണ്ടൂർകോണത്താണ്. അപ്പൊ അർജുന്റെ റെസിപ്പി ഒന്ന് പറയോ പെട്ടെന്നൊന്ന് ക്വിക്കായിട്ട്? പ്രത്യേകിച്ചൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഓണസദ്യക്ക് ഉണ്ടായിരുന്ന കുറച്ച് വെർമിസെല്ലി പായസം ഉണ്ട്, ഓക്കെ, കുറച്ച് സ്നിക്കേഴ്സ് ഉണ്ട്, ഓക്കെ, കുറച്ച് ബൂസ്റ്റ് ഉണ്ട്, കുറച്ച് പഴമുണ്ട്, കുറച്ച് പാലുണ്ട്. പിന്നെ പാല് പച്ചപ്പാലാണോ തിളപ്പിച്ച പാലാണോ? തിളപ്പിക്കാത്ത പാല്. ഓക്കെ, പിന്നെ സ്നിക്കേഴ്സ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡെസേർട്ട് ഒന്ന് കാണിക്കോ? യെസ്, നമ്മുടെ മുഷിനും ഷെബിനും എങ്ങനെയുണ്ട് ഇത് കുടിച്ചിട്ട്? അതെ, വെറൈറ്റി. ഇവര് നല്ല ആൾക്കാരാണ്, ഒന്നിനും നമ്മുടെ കുറ്റം പറഞ്ഞില്ല, എല്ലാം നല്ലതാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എല്ലാവരും ഒരു ബൈ പറഞ്ഞേ എന്റെ വ്ളോഗിന്. ഓക്കെ, ബൈ ബൈ.